നമസ്കാരം. ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. SCERT സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള റിവിഷൻ ക്ലാസ്സാണിത്. പരമാവധി അടിസ്ഥാന വസ്തുതകളും മുൻപ് PSC ചോദിച്ച ചോദ്യങ്ങളുമാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് 1915 ആവാത്തത്? 1915 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കൻ വാസം മതിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. അന്ന് അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തിരുന്നില്ല. 1917 ചമ്പാരനിൽ സമരം നടത്തുമ്പോഴും അത് ദേശീയ തലത്തിലുള്ള ഒരു സമരമായിരുന്നില്ല. 1918 ഖേദയിലും അഹമ്മദാബാദിലും അദ്ദേഹം സമരങ്ങൾ നയിക്കുമ്പോഴും അത് ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നില്ല. മഹാത്മാഗാന്ധി ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാവുന്നത് 1919 റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരം നയിച്ചുകൊണ്ടാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം നേരത്തെ പറഞ്ഞു, ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917. എന്നാൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം 1918 നടക്കുന്നത്. അത് അഹമ്മദാബാദിലെ തുണിമില്ല് സമരവുമായി ബന്ധപ്പെട്ടാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ ജനങ്ങളുടെ പൗരാവകാശങ്ങളെ അടിച്ചമർത്തുന്നതിനായി ഒട്ടനവധി നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. അതിൽ കുപ്രസിദ്ധി ആർജിച്ച ഒന്നാണ് റൗലറ്റ് നിയമം. 1919 റൗലറ്റ് നിയമം പാസ്സാക്കുന്നത്. റൗലറ്റ് നിയമം അനുസരിച്ച് വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും എത്ര കാലം വേണമെങ്കിലും തടങ്കലിൽ വയ്ക്കാൻ സർക്കാരിന് സാധിക്കുമായിരുന്നു. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ഒരു ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 ഈ സംഭവം നടക്കുന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് എന്ന പാർക്കിൽ ഒത്തുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ പോലീസ് വെടിവെച്ചു. ഈ വെടിവയ്പിൽ ഒട്ടനവധി ജനങ്ങൾ കൊല്ലപ്പെട്ടു. ഇന്ത്യയെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി കൈസർ ഇ ഹിന്ദ് എന്ന പദവിയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന പ്രക്ഷോഭമാണ് 1920-22 കാലഘട്ടത്തിൽ നടന്ന നിസ്സഹകരണ സമരം. ഈ നിസ്സഹകരണ സമരത്തിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. അതിലൊന്നാമത്തേത് ഈ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം പോലുള്ള ബഹിഷ്കരണ സമര രീതികളാണ്. നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ബഹിഷ്കരിക്കുന്നു, കോടതികൾ ബഹിഷ്കരിക്കുന്നു, സ്കൂളുകൾ ബഹിഷ്കരിക്കുന്നു, നികുതി നൽകുന്നില്ല, ഇങ്ങനെയുള്ള ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം തന്നെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും ഒരു സൈഡിൽ നടക്കും. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ വരുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം ഉറപ്പാക്കുക, ഐത്തോച്ചാടനം നടപ്പിലാക്കുക, പിന്നെ ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക എന്നിങ്ങനെയാണ്. 1930 ഉപ്പ് സത്യാഗ്രഹത്തോടു കൂടിയാണ് നിയമലംഘന പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഈ നിയമലംഘന പ്രസ്ഥാനത്തിൽ നാഗാലാൻഡിലും മണിപ്പൂരിലും സജീവമായി പങ്കെടുത്ത ഒരു ധീര വനിതയാണ് റാണി ഗെയ്ഡി ലിയു. കേവലം 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവർ അപ്പോൾ. റാണി ഗെയ്ഡി ലിയുവിനെ നാഗന്മാരുടെ റാണി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി രാജ്യം വിട്ടു പോകണമെന്ന് ബ്രിട്ടീഷുകാർക്ക് അന്ത്യശാസനം നൽകിയത്. ഇതിനെ തുടർന്ന് 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിൽ ആരംഭിക്കുന്നു. മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. SCERT സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് PSC മുൻപ് ചോദിച്ച
10 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനിയും ചോദ്യങ്ങളുണ്ട്. അതുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.